പ്രൊജക്റ്റ് എന്നതും നമ്മൾ ഈ പ്രൊജക്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓഡിബിൾ ആണ് സാർ. ഓഡിബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിലുള്ളത് മുഴുവൻ ഇപ്പോൾ ജോയിൻ ചെയ്തവരൊക്കെ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുന്നവരായിരിക്കും. PG സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ടാകും, ജോയിൻ ചെയ്തതായിരിക്കും, എന്തോ അറിയില്ല. ഏതായാലും ഇഗ്നോയുടെ MA PC ക്ലിനിക്കൽ സൈക്കോളജി അതിൻ്റെ സെക്കൻഡ് ഇയറിൽ നമുക്ക് 4 ടോപ്പിക്കാണ് തിയറി ആയിട്ട് പഠിക്കാനുള്ളത്. അതിലൊന്ന് സൈക്കോപാത്തോളജിയും, പിന്നെ ഡയഗ്നോസ്റ്റിക്കും, സൈക്കോതെറാപ്പി, ഇങ്ങനെ 3 കാര്യങ്ങളാണ്. അതിലെ 4ാമത്തത് നമുക്ക് പ്രൊജക്റ്റ് ആയിട്ട് എടുക്കാം, അതല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി എന്ന തിയറി പേപ്പർ ആയിട്ട് എടുക്കാം. അപ്പോൾ തിയറി പേപ്പർ പോസിറ്റീവ് സൈക്കോളജി അഥവാ MPCE 46 എടുത്തവരുടെ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയാണിത്. ഞാനും നിങ്ങളെപ്പോലൊരു സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈയിൽ എക്സാം എഴുതണം എന്ന് കരുതി ചെറിയ പഠനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ചില സാഹചര്യം കൊണ്ട് എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഡിസംബറിലേക്ക് തയ്യാറാകുക എന്ന രീതിയിൽ ഒരു ചെറിയ പഠനം. അതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ ഇവിടുന്ന് ക്ലാസ് കേട്ട് മനസ്സിലാക്കിയത്, പുസ്തകം വായിച്ച് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എനിക്ക് അറിയുന്നത് വെച്ച് നമുക്ക് പരിഹരിക്കാം. അല്ലെ നമ്മൾ ഗ്രൂപ്പിലുണ്ടാവും ചിലപ്പോൾ നമ്മളെ പഠിപ്പിച്ചവരോ അല്ലെങ്കിൽ നമ്മളെക്കാൾ കഴിവുള്ളവരൊക്കെ ഉണ്ടാവും, ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഈ വിഷയം മുമ്പ് പഠിച്ചവരുണ്ടാവും, അവർക്കത് ഡൗട്ട് ക്ലിയർ ചെയ്യാം. എന്തായാലും ക്ലാസ്സിൻ്റെ ഇടയിൽ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഈ MPC 46 എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റിന് സമാനമായത് കൊണ്ട് തന്നെ മറ്റു പേപ്പർ പോലെയല്ല. മറ്റു പേപ്പർ ചിലപ്പോൾ നമുക്കൊരു 70 മാർക്കിനായിരിക്കും, ബാക്കി 30 അസൈൻമെൻറ്റിലായിരിക്കും ഉണ്ടാകുക. ഇതിന് അങ്ങനെയല്ല, 100 മാർക്കിനാണ് ചോദ്യം ഉണ്ടാകുക. 1 2 മറ്റത് 2 മണിക്കൂറിനാണെങ്കിൽ, അപ്പോൾ 11, 12, 13 2 മണിക്കൂറിനാണ് എക്സാം എങ്കിൽ ഇത് 3 മണിക്കൂറിനായിരിക്കും. അപ്പം എഴുതുന്നിടത്തും പഠിക്കുന്നിടത്തും മാർക്കിലൊക്കെ വ്യത്യാസമുണ്ട്. കുറച്ച് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതും കുറച്ച് കൂടുതൽ സമയമുള്ളതും മാത്രമല്ല കണ്ടന്റ് വൈസിലും കുറച്ച് കൂടുതലുണ്ട്. ഇതൊരു 5 യൂണിറ്റ് ഉണ്ട്, 5 ബ്ലോക്ക് ഉണ്ട്. ഓരോ ബ്ലോക്കിലും നല്ല ചാപ്റ്ററുകളുണ്ട്. ടോട്ടൽ 17 യൂണിറ്റ്, 17 ചാപ്റ്ററാണ് ഇതിലുള്ളത്. അതൊന്ന് ജസ്റ്റ് ഞാൻ അങ്ങനെ കാണിക്കാം, അതെല്ലാം കണ്ണുപിടിച്ച് നോക്കാം. നോക്ക്, യൂണിറ്റ് 1ാമത്തെ ബ്ലോക്കിൽ 5 യൂണിറ്റ് ഉണ്ട്, 2ാമത്തെ ബ്ലോക്കിൽ 2 യൂണിറ്റ്, 3ാമത്തേലേക്ക് പോയാൽ 4 എണ്ണം, പിന്നെ 3, പിന്നെ 3, എല്ലാം കൂടി കൂടിയിട്ട് 340ഓളം പേജ്, 387 പേജ് ഉള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ അതിനെ ഒന്ന് വായിച്ച് അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ടൻ ചെയ്താണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും ഇതിൽ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ മെറ്റീരിയൽ ഏകദേശം എല്ലാ കണ്ടന്റും ഉണ്ടാവും, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ടാകും എന്നൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ PPT ആക്കുകയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതിയെടുക്കുകയോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളായിട്ട് പറയാം. നമ്മൾ പൊതുവെ സൈക്കോളജി എന്ന് പറയുമ്പോഴേക്ക് ആദ്യം മനസ്സിലാക്കുന്ന എന്താണ്? എന്തോ ഒരു രോഗം അല്ലെങ്കിൽ മാനസിക രോഗങ്ങൾ ചികിത്സിക്കുന്ന, മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു സബ്ജക്റ്റ് എന്നാണ്. അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. സൈക്കോളജി വരുന്നത് തന്നെ 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും ഒക്കെ കഴിഞ്ഞ് മാനസികമായി പിരിമുറുക്കമുള്ള ജനങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ കൊണ്ടുവന്നതാണല്ലോ സൈക്കോളജി. അപ്പോൾ ആ സൈക്കോളജിയിൽ കാര്യമായിട്ട് ഉണ്ടായിരുന്നത് ട്രീറ്റ്മെന്റുകളായിരുന്നു. മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന അല്ലെങ്കിൽ മാനസികമായ രോഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു മെയിൻ്റനൻസ് വർക്ക് അല്ലെങ്കിൽ റിപ്പയർ വർക്കാണ് സൈക്കോളജിയിലുള്ളത്. അതുമാത്രം പോരാ, അതിനേക്കാൾ ഉപരി കുറച്ചും കൂടി പ്രോഗ്രസീവായി കുറച്ചുകൂടി ഫ്ലറിഷ്നെസ്സിൻ്റെ ഭാഗം കൂടി ചിന്തിക്കണമെന്ന ആ ഒരു ചിന്തയാണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തിയത്. അപ്പോൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമല്ല, ആ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് ഒന്നും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന വിഭാഗം അല്ലെങ്കിൽ ആ കഴിവ് മനുഷ്യനുണ്ട് എന്ന ചിന്തയും അതിനോടനുബന്ധിച്ചുള്ള ചർച്ചകളും അതിനോടനുബന്ധിച്ച പേപ്പർ പ്രസന്റേഷനും തിയറികളുമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ബാക്ക്ഗ്രൗണ്ട് അതാണ് കേട്ടോ. ഇനി അത് ആരാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ മെറ്റീരിയൽ പഠിക്കാനുള്ളത്. അപ്പോൾ പോസിറ്റീവ് ആസ്പെക്റ്റിന് കുറച്ച് പ്രാധാന്യം നൽകുകയും മെയിൻ്റനൻസ് അല്ലെങ്കിൽ റിപ്പയർ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അത് സൈക്കോതെറാപ്പി നടത്തിയിട്ട് പരിഹരിക്കുക എന്നതിനേക്കാൾ ഉപരി അത് ചെയ്യുന്നതോട് കൂടെ തന്നെ ഒന്നും കൂടി മെച്ചപ്പെട്ട ഭാഗങ്ങൾ മനുഷ്യനെ മെച്ചപ്പെടുത്താനുള്ള ഡെവലപ്മെന്റ്, പ്രോഗ്രസ്, ഗ്രോത്ത്, ഫ്ലറിഷ്നെസ്സിന് വേണ്ടിയുള്ള വഴികൾ തേടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു ആസ്പെക്റ്റ് ആണ്. അങ്ങനെ പറഞ്ഞാൽ സൈക്കോളജി, ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഹാപ്പിനെസ്, വെൽബീയിങ്, ഹാപ്പിനെസ്സും വെൽബീയിങ് ചർച്ച ചെയ്യുന്നു, ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ട്. അപ്പോൾ ഹാപ്പിനെസ്, വെൽബീയിങ് അതെന്താണെന്നും അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അത് എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം എന്ന കാര്യം ചർച്ച ചെയ്യുന്നത്. ഈ ഒരു സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജി ഡെവലപ്പ് ചെയ്തിട്ട് ഏകദേശം ഒരു 20-22 വർഷമേ ആയിട്ടുള്ളൂ. അതായത് വളരെ ചെറുതാണ്, നമ്മളെ പ്രായം കൂടി ഉണ്ടാവില്ല.
അത്രയും പുതിയ ഒരു ന്യൂ ജനറേഷൻ ടോപ്പിക്കാണിത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെൽപ്പ് പീപ്പിൾ ടു ലിവ് ഫുൾഫിൽമെന്റ് ആൻഡ് മീനിങ് ഫുൾ ലൈഫ്. മനുഷ്യന് ഫുൾഫിൽമെന്റ്, അബ്രഹാം എച്ച് മാസ്ലോയുടെ തിയറിയൊക്കെ നമ്മൾ പഠിക്കും, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം എന്താണെന്നുള്ളതും അത് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളതും ജീവിതത്തിനൊരു മീനിങ്, ജീവിതത്തിൽ എങ്ങനെ പോയാൽ പോരാ, പക്ഷികളെ പോലെ മൃഗങ്ങളെ പോലെ ജീവിച്ചാൽ പോരാ, മറിച്ച് ഒരു സിഗ്നേച്ചർ ലീവ് ചെയ്യേണ്ടതുണ്ട്, അതിനുള്ള വഴികൾ എന്തൊക്കെയാന്നൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. ഇതിന്റെ സ്ഥാപക നേതാവ് അല്ലെങ്കിൽ ഫൗണ്ടിങ് ഫാദറായിട്ട് കാണുന്നത് E.P. സെലിഗ്മാൻ, മാർട്ടിൻ സെലിഗ്മാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. 1990കളിലാണ് അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഫോക്കസിൽ നിന്നും മാറിയിട്ട് മറ്റൊരു ഫോക്കസിലേക്ക്, അതായത് പ്രോബ്ലം സോൾവിങ്, നെഗറ്റീവ് ഇമോഷൻസ് അതിനെ പരിഹരിക്കുക എന്നതിൽ നിന്നും മാറിയിട്ട് പോസിറ്റീവ് എക്സ്പീരിയൻസ്, പോസിറ്റീവ് സ്ട്രെങ്ത് ആ മേഖലയിലേക്ക് തിരിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത്. അപ്പോൾ പുതിയൊരു റൂട്ട് കണ്ടെത്തിയ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ പറഞ്ഞ മാർട്ടിൻ സെലിഗ്മാൻ. അദ്ദേഹത്തിന്റെ 2 കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാൻ പറ്റും: ലേൺഡ് ഹെൽപ്ലെസ്നെസ്, അതുപോലെ ലേൺഡ് ഒപ്റ്റിമിസം. അത് പൊതുവേ നമുക്കറിയാം അല്ലേ, നമുക്ക് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ പരീക്ഷയിൽ തോറ്റു, ഞാൻ ഇത്രയൊക്കെ പ്രയാസപ്പെട്ട് പഠിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് മുഴുവൻ തകർന്നു പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു ഹെൽപ്ലെസ്നെസ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്ന ചെറുപ്പത്തിലേ പഠിച്ചു വന്ന് എല്ലാവരും പിന്മാറുന്ന ഒരു അന്തർമുഖത്വം അല്ലെങ്കിൽ വിഡ്രോവൽ ഉണ്ട്. അതാണ് പലപ്പോഴും ഡിപ്രഷനിലേക്ക് പോകുന്നത്. അതിനു പകരം മനുഷ്യൻ എന്ത് ചെയ്യണം? ഒപ്റ്റിമിസം, ചെറിയ ചെറിയ വിജയങ്ങൾ കിട്ടുമ്പോൾ അതിനെ ആഘോഷിക്കുകയും അതുകൊണ്ട് ഒരു പോസിറ്റീവ്സ് ഉണ്ടാക്കുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ 2 കോൺസെപ്റ്റുകളാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്സും അതുപോലെ ലേൺഡ് ഒപ്റ്റിമിസവും. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയുടെ എമർജൻസിന്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു. ഇനി ആ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദി സ്ട്രെങ്ത് ദാറ്റ് എനേബിൾ ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ടു ട്രൈവ്. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും വളരാനും തഴച്ചു വളരാനും ഒന്നുകൂടി മെച്ചപ്പെടാനും സഹായിക്കുന്ന സ്ട്രെങ്ത്തുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിന്റെ പിന്നിൽ ഈ ഒരു സൈക്കോളജി അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ, ഒന്ന് മാർട്ടിൻ സെലിഗ്മാൻ. അദ്ദേഹം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് 1998 പ്രസിഡൻഷ്യൽ അഡ്രസ്സിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു തീം പ്രിസ്ക്രൈബ് ചെയ്തു, ഒരു തീം പറഞ്ഞു. ആ വെച്ചത് ഞാൻ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ടോ? മെറ്റീരിയൽ കാണുന്നുണ്ടോ? അപ്പോ നമ്മൾ മാർട്ടിൻ സെലിഗ്മാനെ കുറിച്ച് പറഞ്ഞു. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 1998 പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി അദ്ദേഹം ഒരു തീം സജസ്റ്റ് ചെയ്താണ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളത്. അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം വരുന്നത്. ഒറിജിനൽ അതിന്റെ മുമ്പുണ്ട് എങ്കിലും ഒരു ഔദ്യോഗികമായ തുടക്കം നമുക്കത് പറയാം. അങ്ങനെ 1998, 99, 2000 ആ ഒരു വർഷങ്ങളിൽ കുറെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അക്കുമൽ മീറ്റിംഗ് എന്നാ പറയുക, മെക്സിക്കോയിൽ നടന്ന തുടരെയുള്ള 1-2 മീറ്റിങ്ങിൽ ഇവരും ഇതുപോലെ കുറച്ച് സൈക്കോളജിസ്റ്റുകളും കൂടിയിരുന്ന് ഒരു തീസിസ് അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി. ആ മാനിഫെസ്റ്റോയുടെ പേരാണ് പോസിറ്റീവ് സൈക്കോളജി മാനിഫെസ്റ്റോ അല്ലെങ്കിൽ അക്കുമൽ മാനിഫെസ്റ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടുന്നാണ് ഈ പറഞ്ഞ ആൾക്കാർ, കെനത്ത് ഷെൽഡൻ, ബാർബറ ഫ്രെഡറിക്, ഷിക്സൺ, നമ്മൾ ചിക്കൻ അല്ല കേട്ടോ, ചിക്സൺ മിഹാലി, ഈ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഇതിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ എന്ന് ഇതൊക്കെ നമുക്ക് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയേക്കേണ്ട വ്യക്തികളാണ്. അപ്പോൾ ഇവരാണ് തുടക്കക്കാരി എങ്കിലും ഇതിന്റെ മുമ്പ് ഈ പറഞ്ഞ പോസിറ്റീവ് സൈക്കോളജിയുടെ കോൺസെപ്റ്റുകളൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല എന്ന് ചോദ്യം ഉണ്ട്. പോസിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന പല വാല്യൂസും കോൺസെപ്റ്റുകളും സ്ട്രെങ്ത്തുകളും ആസ്പെക്റ്റുകളും ഒക്കെ വ്യത്യസ്തമായ പേരിൽ വ്യത്യസ്ത ആൾക്കാർ പല പുസ്തകങ്ങളിലും രചിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഈ പറഞ്ഞ പോസിറ്റീവ് സൈക്കോളജി പറഞ്ഞ ഒരു ഇതുണ്ടായതെന്ന് പറയാം. എഡ് ഡീനർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, സബ്ജക്റ്റീവ് വെൽബീയിങ് എന്നാണ് പറയുന്നത്. അതായത് ഞാൻ എൻ്റെ വെൽനെസ്സിനെ കുറിച്ചുള്ള എങ്ങനെയാണ് വിലയിരുത്തുന്നത്, എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ സന്തോഷകരമായി കാണുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി എങ്ങനെ ശ്രമിക്കുന്നു, ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്നു, അതിനെ സബ്ജക്റ്റീവ് വെൽനെസ് എന്ന്. അപ്പോൾ വെൽനെസ് എന്ന് പറയുന്ന പോസിറ്റീവ് സൈക്കോളജിയിലെ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ആശയം മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരോൾ റെഫ് എന്ന് പറയുന്ന അവര് സൈക്കോളജിക്കൽ വെൽബീങ്, അപ്പോൾ സബ്ജക്റ്റീവ് വെൽബീയിങ്ങിനെ പോലെ തന്നെ സൈക്കോളജിക്കൽ വെൽബീയിങ് PWV അതും അതുപോലെ തന്നെ ചർച്ചയിലുണ്ടായി. അതിൽ പറയുന്നതാണ് ഓട്ടോണമി, പേഴ്സണൽ ഗ്രോത്ത്, പർപ്പസ് ഓഫ് ലൈഫ്. ഈ കോൺസെപ്റ്റുകളൊക്കെ ഉൾക്കൊള്ളുന്ന സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഈ പറയുന്നതിന് മുമ്പ് ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്.
ഇനി മിഹാലി ചിക്സൺ മിഹാലി, അദ്ദേഹമാണ് ഫ്ലോ എന്ന് പറയുന്ന സൈക്കോളജി നമ്മൾ പഠിക്കാനുണ്ട്. 16ാമത്തെ 15ാമത്തെ യൂണിറ്റ് ആയിട്ട് ഫ്ലോ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്, അതും ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നതിന് മുമ്പ് ചർച്ചയ്ക്ക് വിധേയമായതാണ്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ തന്നെ വിശദമായി അദ്ദേഹം ഒരു പുസ്തകത്തിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. സ്നൈഡർ ആൻഡ് ലോപ്പസ് ഇവരെന്ത് ചെയ്യുന്നു, കോൺസെപ്റ്റ് ഓഫ് ഹോപ്പ്, നമ്മളതിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ്, ഒരു യൂണിറ്റ് ആണ്. ഹോപ്പിനെ കുറിച്ച് മാത്രം പഠിക്കുകയും പുസ്തകം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാർബറ ഫ്രെഡറിക്, അവർ വെൽബീയിങ്ങിനെ കുറിച്ചും വെൽബീയിങ് എങ്ങനെ ഇമോഷൻ എങ്ങനെ വെൽബീയിങ്ങിനെ ബാധിക്കുന്നു, ഇമോഷണൽ ഡിഫറൻസുകൾ അല്ലെങ്കിൽ കയറ്റിറക്കങ്ങൾ വേരിയേറ്റങ്ങളൊക്കെ വെൽബീയിങ്ങിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന ഒരു വിശദമായ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ മിഷേൽ സ്ട്രിജർ, ഇവർ പർപ്പസ് ഓഫ് ലൈഫ്, ചുരുക്കി പറഞ്ഞാൽ പോസിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വ്യത്യസ്തമായ ആസ്പെക്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് പുസ്തകമായിട്ടോ അല്ലെങ്കിൽ തീസിസ് ആയിട്ടോ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആയിട്ടോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇതിന്റെ ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ആണ്, പോസിറ്റീവ് സൈക്കോളജി ഡെവലപ്പ് ചെയ്തതിന് പിന്നിൽ പ്രവർത്തിച്ച മഹാവ്യക്തിത്വങ്ങളാണ്. ഈ പേരുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. എങ്ങനെയാണ് ഈ പോസിറ്റീവ് സൈക്കോളജി എക്സ്പാൻഡ് ചെയ്യുന്നത്, പിന്നെ അതിനുശേഷം പിന്നെന്താണ് സംഭവിച്ചതിനെ കുറിച്ച്. ഒന്ന്, ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ മുമ്പ് അതിൽ ചില കോൺസെപ്റ്റൊക്കെ പല പുസ്തകങ്ങളിലായിട്ടും പല ആർട്ടിക്കിളായിട്ടും പല സ്ഥലങ്ങളിൽ പ്രൊഫഷണൽസ് പബ്ലിക്കിലും മറ്റൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി പറഞ്ഞ മാർട്ടിൻ സെലിഗ്മാൻ ആണ് പോസിറ്റീവ് സൈക്കോളജി കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞു, ശരിയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ആശയത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുകയും അതിന്റെ മറ്റൊരു വശം കൂടി ചർച്ച ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു ഫോർഫാദർ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു പിതാവ് അല്ലെങ്കിൽ അതിന്റെ കോ ഫാദർ എന്ന പേരിൽ അറിയപ്പെടുന്ന പോൾ ടി വോങ്, അദ്ദേഹമാണ് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ PP2 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവന്നത്. അതായത് PP1, PP2 അതൊക്കെ നമുക്ക് വിശദമായി പഠിക്കാം. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയുടെ ആദ്യ ദശ PP1, വേവ് 1 അല്ലെങ്കിൽ ഫേസ് 1 എന്ന് പറയാം. പോസിറ്റീവ് സൈക്കോളജി വേവ് 2 അല്ലെങ്കിൽ ഫേസ് 2 എന്ന് പറയുന്നത് പോൾ ടി വോങ്ങിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷനും അദ്ദേഹത്തിന്റെ ഇടപെടലിന് ശേഷം വന്നതാണ്. ഇതൊക്കെയാണ് ഇതിന്റെ തുടക്ക കാര്യങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ ഇന്നിപ്പോൾ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങളാണ്. ഒന്ന്, സാലിഗ്മാന്റെ അവർ പോസിറ്റീവ് എക്സ്പീരിയൻസും ഇമോഷൻസും ട്രൈറ്റ്സുകളാണ്, അഥവാ പോസിറ്റീവ് ആസ്പെക്റ്റുകളും ഹാപ്പിനെസ്സും വെൽനെസ്സും വെൽബീയിങ്ങും അത് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. പോൾ ടി വോങ് ആണെങ്കിൽ അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ ഇതിനെ മറികടക്കാൻ അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിനെ മറികടക്കാൻ മനുഷ്യന് കഴിവുണ്ട്. അപ്പോൾ വെൽനെസ് മാത്രം പോരാ, ഹാപ്പിനെസ് മാത്രം പോരാ, സോറോസും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉൾക്കൊണ്ടുകൊണ്ട് സഫർ ചെയ്തുകൊണ്ട് മനുഷ്യൻ ഫ്ലറിഷ് ചെയ്യണം എന്നൊരു ചിന്താഗതിയാണ് ഇദ്ദേഹത്തിനുണ്ടായത്. അപ്പോൾ ഇതാണ് അതിന്റെ രണ്ടാമത്തെ വശം. ഇനി നമുക്ക് പോസിറ്റീവ് സൈക്കോളജിയുടെ രണ്ട് വശങ്ങളെ കുറിച്ച് അഥവാ രണ്ട് വേവുകളെ കുറിച്ച് രണ്ട് ഫേസുകളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. 2020 ഞാൻ പറഞ്ഞല്ലോ, മാർട്ടിൻ സെലിഗ്മാനും ചിക്സൺ മിഹാലിയും ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇതിന്റെ ആദ്യത്തെ ഒരു അജണ്ട, അതിന്റെ ആദ്യത്തെ കോൺസെപ്റ്റുകൾ അതിൽ അവർ വെച്ചത്. ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, അതിന്റെ വിഷൻ എന്താ? അവർ ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റ് എ ക്ലിയർ റിസർച്ച് ബേസ്ഡ് ആൻഡ് അപ്പീലിംഗ് വിഷൻ ഓഫ് വാട്ട് മേക്സ് ലൈഫ്. ജീവിതം എങ്ങനെ സുഖകരമാക്കാം, എങ്ങനെ ജീവിതം സുഖകരമാക്കാം, അതിനുള്ള വഴികൾ എന്തൊക്കെ, അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അവരുടെ വിഷൻ. ഇനി അത് എങ്ങനെ ചെയ്യാം, അത് എങ്ങനെ നേടിയെടുക്കാം, വെൽബീയിങ്ങിൽ നമുക്ക് എങ്ങനെ എന്താ പറയുക, അതിന് വേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണ്, ഹാപ്പിനെസ്സിന് വേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണ്, അതിന് പോസിറ്റീവ് ഇൻഡിവിജ്വൽസ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെയും അതുപോലെ പോസിറ്റീവ്സിൻ്റെ വ്യക്തികളുടെയൊക്കെ ഈ ഡെവലപ്മെന്റിന് എന്തെല്ലാം ചെയ്യണം, എന്ത് ആക്ഷൻ എടുക്കണം, എന്ത് എന്താ പറയുക ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത് എന്ന ഒരു ചർച്ചയാണ് അതിൻ്റെ ആക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിഷൻ സെറ്റ് ചെയ്തു, അതിൻ്റെ മിഷൻ അഥവാ ആക്ഷനും സെറ്റ് ചെയ്തു. അതിനു പുറമെ ഇങ്ങനെ കുറെ ചർച്ച ചെയ്താൽ പോരാ, മാത്രമല്ല അതിന് വേണ്ട ഡോക്യുമെന്റേഷൻസും അതിനുള്ള സ്ട്രാറ്റജികൾ എന്താണ്, ആര് എവിടെ എന്ത് ചെയ്തു എന്നൊരു ഭാഗം കൂടി ചർച്ച ചെയ്തു. അതാണ് ഡോക്യുമെന്റേഷൻ. അതായത് ലോകത്ത് ഫ്ലറിഷ് ചെയ്ത കമ്മ്യൂണിറ്റികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്, അവിടെയുള്ള കുട്ടികളുടെ ഫ്ലറിഷ്നെസ് സക്സസ്ഫുളിന്റെ കാരണം എന്ത്, ഡോക്യുമെന്റേഷൻ നടത്തി. മാത്രമല്ല ഏതെങ്കിലും കമ്പനി മറ്റു കമ്പനിയേക്കാൾ ഉഷാറായിട്ട് വളരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്, കമ്പനിയുടെ എംപ്ലോയീസ് വെൽബീയിങ് അതൊക്കെ അതിന്റെ കാരണങ്ങളൊക്കെ കണ്ടെത്തുകയും റിസർച്ച് ചെയ്യുകയും അത് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വിഷൻ സെറ്റ് ചെയ്തു, അതിന്റെ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി, ഇതിനൊക്കെ ഡോക്യുമെന്റ് ചെയ്യുക. ഇങ്ങനെ മൂന്ന് കാര്യം കൂടി ചെയ്തിട്ട് കൂട്ടിയിട്ടാണ് ഈ മാർട്ടിൻ സെലിഗ്മാനും ചിക്സൺ മിഹാലിയും ഇതിന്റെ തുടക്കം കുറിക്കുന്നത്. അങ്ങനെ അവര് 2000 ഞാൻ നേരത്തെ പറഞ്ഞത് 5-6 ആൾക്കാർ കൂടിയിട്ടാണ് ഇതിന്റെ മാനിഫെസ്റ്റോ ഉണ്ടാക്കിയത്. ഓക്കെ, അവര് പറയുന്നത് വെച്ചാൽ ഒപ്റ്റിമൽ ഫങ്ഷനിങ്, അതായത് മനുഷ്യൻ എങ്ങനെ എന്താ പറയുക ഒരു സംതൃപ്തി നേടാം,
മനുഷ്യന് എങ്ങനെ ഹാപ്പി ആകാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു സാമൂഹിക ജീവിതം മാത്രം പോരാ, സാമൂഹികവും ബയോളജിക്കലും പേഴ്സണലും റിലേഷനിലും കൾച്ചറും എല്ലാ ആസ്പെക്റ്റിലും ഒരു സമഗ്രമായ ഒരു ഹാപ്പിനെസ് എങ്ങനെ നേടിയെടുക്കാം എന്നതായിരുന്നു ഇവരുടെ മാനിഫെസ്റ്റോയുടെ ആദ്യ ഭാഗം. മാത്രമല്ല മനുഷ്യന് ഡൈനാമിക് റിലേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ ആസ്പെക്റ്റുകൾ, ബയോളജിക്കൽ ആസ്പെക്റ്റും റിലേഷണൽ ആസ്പെക്റ്റും കൾച്ചറൽ ആസ്പെക്റ്റും സ്പിരിച്വൽ ആസ്പെക്റ്റും, ഇത് ഒന്ന് മറ്റൊന്നിനോട് കണക്റ്റഡ് ആണ്. എവിടെയെങ്കിലും ഒരു മാറ്റം വന്നാൽ അത് മറ്റൊടുത്ത് ബാധിക്കും. അപ്പൊ അതിന്റെ റിലേഷൻസ് കണ്ടെത്തുക. പിന്നെ അതുപോലെ തന്നെ അഡ്വേഴ്സിറ്റി റെസ്പോൺസ്, അതായത് മനുഷ്യന് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്ന സമയത്ത് തകരുകയോ തളരുകയോ ചെയ്യില്ല, മറിച്ച് അതിനെ മറികടക്കാനുള്ള, അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അവർ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഹാപ്പിനെസിന്റെ വശങ്ങളും അതിൽ ഏതെല്ലാം ഭാഗങ്ങൾ പരിഗണിക്കണമെന്നും അത് നേടിയെടുക്കാൻ മനുഷ്യന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി പഠിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ആണ് അവർ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇതിനെ നമുക്ക് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ പഠിക്കണമല്ലോ. പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് വാട്ട് ഗോസ് റൈറ്റ് ഇൻ ലൈഫ് ആൻഡ് വാട്ട് മേക്സ് ലൈഫ് മോസ്റ്റ് വർത്തി. ഇതാണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ജീവിതത്തെ അർത്ഥവത്താക്കുന്നതും മാത്രമല്ല ജീവിതത്തെ പൂർണ്ണമായിട്ടും ആസ്വദിച്ചു എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അതിന് വേണ്ട ഒരു ശാസ്ത്രീയമായ പഠനം. ജീവിതത്തിൽ ശരി എന്താണെന്നും ആ ശരിയായ മാർഗത്തിലൂടെ മനുഷ്യൻ ജീവിച്ചുകൊണ്ട് എങ്ങനെ പൂർണ്ണമായ അർത്ഥവത്തായ ഒരു ജീവിതം നയിച്ചു എന്ന് പറയാൻ പറ്റുന്ന വഴികളെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ പഠനം. പിന്നെ മാർട്ടിൻ സെലിഗ്മാന്റെ ആ ഒരു ഘട്ടാണല്ലേ നമ്മൾ പറഞ്ഞ PP1. അദ്ദേഹം അതിൽ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഈ പറഞ്ഞ ലേൺഡ് ഹാപ്പിനെസ്സും ലേൺഡ് ഒപ്റ്റിമിസവും. അദ്ദേഹം അതൊക്കെ പഠിക്കാൻ വേണ്ടി പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു സെന്റർ തന്നെ സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ആ സെന്ററിന്റെ പേരായിരുന്നു പോസിറ്റീവ് സൈക്കോളജി സെന്റർ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയേണ്ട ഒരു പോയിന്റ് ആണ്. ആ ഒരു സെന്ററിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ടിന്റെ വിഷനും മിഷനും എന്ന് വെച്ചാൽ മനുഷ്യന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പഠിക്കുക. അതായത് മനുഷ്യന് വളർന്ന് കമ്മ്യൂണിറ്റി ത്രൈവ് ചെയ്ത് മീനിങ് ഫുൾ ആയ ജീവിതം ജീവിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ, അതിനുള്ള വഴികൾ എന്തൊക്കെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പഠന വിധേയമാക്കിയത്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഘട്ടത്തിൽ മാർട്ടിൻ സെലിഗ്മാന്റെ ആദ്യ ഘട്ടത്തിൽ ഇതിന്റെ ഡെവലപ്മെന്റിൽ സഹായിച്ചിരുന്ന ഡക്വർത്ത്, റോസിൻ, സാലിഗ്മാൻ എന്ന് പറയുന്ന ഈ 3 പേരും ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ പഠനത്തിന് 3 വശങ്ങളുണ്ട്, പ്രധാനപ്പെട്ട 3 സെന്റർ കൺസേണുകളുണ്ട്, പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ആ 3 കാര്യങ്ങളാണൊന്ന് പോസിറ്റീവ് എക്സ്പീരിയൻസ്, പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്, പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഈ 3 വശങ്ങളും ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട 3 ഏരിയകളാണ്. ഒന്ന് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇമോഷൻസ്. അതായത് മനുഷ്യനെ സംബന്ധിച്ച് അവൻ ജീവിക്കുമ്പോൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തു പോകും. അത് കാലങ്ങൾ കഴിയുമ്പോൾ അവന് പാസ്റ്റ് ആണ്, ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പ്രസന്റ് ആണ്, അവന് കുറെ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും, അത് ഫ്യൂച്ചർ ആണ്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് എങ്ങനെ ജീവിച്ചു എന്നത് അതിന് കണ്ടന്റ്മെന്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, കഴിഞ്ഞ ദുരിതങ്ങളും മറ്റൊക്കെ മറന്ന് കിട്ടിയതൊക്കെ സന്തോഷിക്കുക, ഉള്ള ജീവിതം പരമാവധി ആസ്വദിക്കുക, ഫ്യൂച്ചറിലേക്ക് ഭയങ്കര പ്രതീക്ഷ ഒപ്റ്റിമിസം ഉണ്ടാക്കുക. ഇങ്ങനെ എക്സ്പീരിയൻസിനെ ഡോക്യുമെന്റ് ചെയ്യേണ്ടതുണ്ട്. എക്സ്പീരിയൻസ് കണ്ടന്റ്മെന്റിലേക്കും അത് ഹാപ്പിനെസ്സിലേക്കും പിന്നെ ഫ്യൂച്ചർ ഒപ്റ്റിമിസവും കണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. 2, എക്സ്പീരിയൻസിന് പുറമെ ഇൻഡിവിജ്വൽ ട്രൈറ്റ്. വ്യക്തികളാണല്ലോ സമൂഹം. വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകും, സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകും. ഇതിലെ നല്ല വശങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ കണ്ടെത്തുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇമോഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇമോഷൻ തന്നെ പാസ്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. പാസ്റ്റിനെ പരമാവധി എൻജോയ് ചെയ്ത് ആ ഭാഗങ്ങൾ മാത്രം ആലോചിക്കുക, പ്രസന്റ് പരമാവധി എൻജോയ് ചെയ്യുക, ഫ്യൂച്ചർ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുക. അതാണ് അതിന്റെ മാർഗം. രണ്ടാമത്തെ വ്യക്തികളിലുള്ള ട്രൈറ്റുകൾ, കുറെ ക്യാരക്ടറിസ്റ്റിക്കുകളുണ്ട്. ഉദാഹരണം പെർസീവറൻസ്, ക്രിയേറ്റിവിറ്റി, ക്യൂരിയോസിറ്റി, ഇന്റഗ്രിറ്റി, മോഡറേഷൻ, സെൽഫ് കൺട്രോൾ. ഈ ഭാഗങ്ങളൊക്കെ അതിലേക്ക് ഫോക്കസ് ചെയ്ത് ആ കാര്യങ്ങളെ കുറിച്ച് പഠനം നടത്തുക. മൂന്നാമത്തത് വ്യക്തികൾ ഉണ്ടാകുമ്പോഴാണ് സമൂഹം ഉണ്ടാവുന്നത്, സമൂഹം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫാമിലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, എഡ്യൂക്കേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സ്റ്റേറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിന്റെ പരമാവധി എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അതായത് ഫാമിലിയിൽ എങ്ങനെ ഹാപ്പിനെസ് ഉണ്ടാക്കാം. ഫാമിലികൾ ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ സൊസൈറ്റി ഹാപ്പി ആകുന്നു. ഫാമിലിയുടെ ഓരോ ഘടകങ്ങളാണ് മാരേജ് എന്നത്, ഡൈവോഴ്സ് എന്നത്, ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും പോസിറ്റിവിറ്റി കണ്ടെത്തുക. അങ്ങനെ പ്രധാനമായും 3 ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് പോസിറ്റീവ് സൈക്കോളജി പോവേണ്ടത് എന്നാണ് ഇവർ പറയുന്നത്.
അപ്പോൾ മാർട്ടിൻ സെലിഗ്മാന്റെ ആ ഒരു ഫേസ് ആണ് ഒന്നാമത്തെ ഫേസ്. അതിനുശേഷം ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ആദ്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് ഫുൾ ഹാപ്പിനെസ്, സന്തോഷം, വെൽനെസ്, വെൽബീയിങ് മാത്രം ചർച്ച ചെയ്ത്. എന്നാൽ അതിനുശേഷം തുടർന്ന് വരുന്ന രണ്ടാമത്തെ ഒരു ഫൗണ്ടിങ് ഫാദർ പോൾ ടി വാങ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്, അദ്ദേഹമാണ് ഇതിന് ഒരു വിപരീതമായി അല്ലെങ്കിൽ ഇതിന് ഒരു ചെറിയൊരു മറ്റൊരു വശം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയുടെ രണ്ടാം ദശ എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്ഥാപിച്ചു. ഇതിന്റെ പേര് മീനിങ് സെന്റേർഡ് കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിന് ഒരു മീനിങ് വേണം, അർത്ഥം വേണം, ലക്ഷ്യം വേണം. മൃഗങ്ങളെ പോലെ, പക്ഷികളെ പോലെ അങ്ങനെ ജീവിച്ചു പോയാൽ പോരാ, മറിച്ച് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക ഞാൻ എന്ത് നേടിയിട്ടുണ്ടാകും, അങ്ങനെ വാല്യൂ ഓറിയന്റഡ് ആയ മിഷൻ ഓറിയന്റഡ് ആയ ജീവിതം വേണം. അപ്പൊ ലൈഫിന് ഒരു മീനിങ് ഉണ്ടെങ്കിലേ ജീവിക്കാൻ തന്നെ രസം ഉണ്ടാകുള്ളൂ. അപ്പോൾ മീനിങ് സെന്റേർഡ് കൗൺസിലിംഗ്, അപ്പോൾ നിരാശരായി വരുന്ന ആൾക്കാർക്ക് കുറച്ച് മീനിങ് സെറ്റ് ചെയ്ത് കൊടുക്കുക അവരുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി കണ്ടെത്തിയ ഒരു ടെക്നിക്ക് തെറാപ്പി ആയിരുന്നു മീനിങ് സെന്റേർഡ് സൈക്കോ കൗൺസിലിംഗ് തെറാപ്പി എന്നത്. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് തന്നെ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റാണ്. നേരത്തെ എന്താണ്, ഹാപ്പിനെസ്, വെൽനെസ്, ഇത്ര മാത്രം നോക്കിയാൽ മതി. ഇതങ്ങനെയല്ല, എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി എന്നാണ് അദ്ദേഹം കൊണ്ടുവന്ന കോൺസെപ്റ്റിന്റെ പേര്. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്കോളജിയുടെ ഡെവലപ്മെന്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കോഗ്നിറ്റീവ് ഡൈനാമിക്, സൈക്കോ ഡൈനാമിക്, സൈക്കോ ഡയലറ്റിക്കൽ, പിന്നെ ബിഹേവിയറൽ സൈക്കോളജി, സ്ട്രക്ചറൽ സൈക്കോളജി, ഫങ്ഷണൽ സൈക്കോളജി, അങ്ങനെ പോയിട്ട് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി പറഞ്ഞ സൈക്കോളജി ഉണ്ട്. അതായത് ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനൊരു മീനിങ്ങും ഒരു ആശയവും അല്ലെങ്കിൽ ഇതൊക്കെ വേണമെന്നൊരു പ്രതീക്ഷയൊക്കെ വേണമെന്ന് പറഞ്ഞ ആ ഒരു എക്സിസ്റ്റൻഷ്യലിസവും ഈ നിലവിലുണ്ടായിരുന്ന പോസിറ്റീവ് സൈക്കോളജി, ഇത് രണ്ടും കൂടി മെർജ് ചെയ്തുകൊണ്ട് ഒരു വാല്യൂ ഓറിയന്റഡ് ആയ അല്ലെങ്കിൽ മീനിങ് ഓറിയന്റഡ് ആയ ഒരു വശം സൈക്കോളജിക്ക് ഈ പോസിറ്റീവ് സൈക്കോളജിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. അങ്ങനെ പറഞ്ഞാൽ വെറും ഹാപ്പിനെസ് അല്ലെങ്കിൽ വെൽനെസ് മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മനുഷ്യൻ ജീവിക്കുമ്പോൾ അവർക്ക് സഫറിങ് ഉണ്ടായിരിക്കും. ഈ സഫറിങ് അത് അതിജീവിക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നും കൂടി എനർജറ്റിക് ആയിട്ട്, ഡൈനാമിക് ആയിട്ട് ഒരു ബൗൺസ് ബാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ബൗൺസ് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട്. ആ ഒരു വശത്തേക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പഠനമാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇദ്ദേഹത്തിന്റെ ഈ സൈക്കോളജി. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ഈ ഒരു ഫേസിൽ അഥവാ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന ആ ഒരു ആശയം ഇദ്ദേഹം എന്ത് ചെയ്തു, നിലവിലുള്ള പോസിറ്റീവ് സൈക്കോളജിയിലേക്ക് കുത്തിക്കയറ്റുന്നു. അഥവാ കേവലം ഫ്ലറിഷ്നെസ്, കേവലം ഹാപ്പിനെസ് പോരാ, മറിച്ച് ഹാപ്പിനെസ്സോട് കൂടെ സോറോ അല്ലെങ്കിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വാല്യൂ ഓറിയന്റഡ് ആയ ജീവിതം കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി. അത് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി അല്ലെങ്കിൽ നമ്മളെ എബ്രഹാം എച്ച് മാസ്ലോയുടെയും കാൾ റോജേഴ്സിന്റെ ഒക്കെ ആ ഒരു ഘട്ടത്തിലുള്ള സൈക്കോളജിയാണ് 1940കളിലും 50കളിലുള്ള. അതും അതോടുകൂടെ സൈക്കോളജി ചേർന്നുള്ള ആ ഒരു വശം. അതുപോലെ തന്നെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിക്ടർ ഫ്രാങ്ക്ലർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് അതിജീവിച്ച ആളാണ്. ഹോളോകോസ്റ്റിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ. അവിടെ ഈ തടങ്കിലാക്കപ്പെട്ട ആൾക്കാർക്ക് ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ല. ഇനി എന്ത് ചെയ്യും, ഇനി അങ്ങോട്ട് ജീവിതം അവർക്കൊരു ബ്ലാങ്ക് ആണ്, ഫുൾ എന്താ പറയുക, വാക്വമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരു മീനിങ് ഉണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറം ഒരു ഇരുട്ടിന് ശേഷം വെളിച്ചമുണ്ട് എന്ന രീതിയിൽ ഒരു മീനിങ് സങ്കല്പിച്ചു കൊടുത്തുള്ള ഒരു ആശയമാണ് അദ്ദേഹം കൊണ്ടുവന്നത് വിക്ടർ ഫ്രാങ്ക്ലർ. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഒരു ലക്ഷ്യം. അതായത് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ when a person loses all hope, a sense of purpose in life, he tends to become depressed and അതായത് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല, ഇനി അങ്ങോട്ട് ഒരു രക്ഷയുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ പലപ്പോഴും എന്താവുന്നത്, ഡിപ്രസ്ഡ് ആകുന്നത്, പലപ്പോഴും അവന് ഇട്ടെറിഞ്ഞു പോകുന്നത്. അങ്ങനെയല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും കൂടി ശ്രമിച്ചാൽ, ഒന്നും കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ട്. ഏതൊരു കയറ്റവും ഇറക്കമുണ്ട്, ഇറക്കത്തിന് കയറ്റമുണ്ട് എന്ന രീതിയിൽ ഒരു തിയറി കൊണ്ടുവന്നു. കൊണ്ടുവന്ന ആ ഒരു തിയറിയുടെ അല്ലെങ്കിൽ ആ ഒരു തെറാപ്പിയുടെ പേരാണ് ലോഗോ തെറാപ്പി എന്ന് പറഞ്ഞത്. അതായത് ജീവിതത്തിൽ വാല്യൂ കൊടുക്കുകയും മൂല്യം കൊടുക്കുകയും ആ മൂല്യാധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പ്രതീക്ഷ എപ്പോഴും വേണം, എപ്പോഴും ഒരു വെളിച്ചം വരാനുണ്ട് എന്ന പ്രതീക്ഷ, അങ്ങനെ പ്രതീക്ഷ വെച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ് ലോഗോ തെറാപ്പി. ഇത് വിക്ടർ ഫ്രാങ്ക്ലർ ആണ് കൊണ്ടുവന്നത്. ഇതും ഈ പറഞ്ഞ സെക്കൻഡ് ഫേസിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പോൾ ടി വാങ്ങിന്റെ ആ ഒരു സൈക്കോളജി ഡെവലപ്മെന്റിൽ
ആദ്യം പറഞ്ഞ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ എക്സിസ്റ്റൻഷ്യലിസം സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ വിക്ടർ ഫ്രാങ്ക്ലറുടെ ലോഗോ തെറാപ്പിയും ഇതിന്റെ ഡെവലപ്മെന്റിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഈ വിഷയം കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരു വെൽബീയിങ്, ഹാപ്പിനെസ് കിട്ടാൻ എപ്പോഴും ഒരു പ്രതീക്ഷ വേണം, മീനിങ് വേണം, വാല്യൂ വേണം എന്നൊരു കോൺസെപ്റ്റ്. ഈ എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ആ എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് അതിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. നമുക്ക് നമ്മോട് തന്നെ കുറെ ചോദ്യങ്ങൾ, ആരാണ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എന്താണ് എന്നെ ഡിഫൈൻ, അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചില വാല്യൂ, എൻ്റെ മൂല്യങ്ങൾ, ഞാൻ എന്താണ് എന്നെ ഹാപ്പി ആക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് വല്ലതും നേടിയിട്ടുണ്ടോ, എന്തുകൊണ്ട് ഞാൻ ഡിസാറ്റിസ്ഫൈഡ് ആയി, ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെ സുഖകരമാക്കാം, ഇങ്ങനെ തുടങ്ങുന്ന കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിട്ട് ആ ഉത്തരത്തിലൂടെ മനുഷ്യൻ എന്ത് ചെയ്യുന്ന ഒന്നും കൂടി സുഖത്തിലേക്ക് അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് നീങ്ങുക എന്നൊരു കോൺസെപ്റ്റാണ് എക്സിസ്റ്റൻഷ്യൽ. അതല്ലാതെ ഒരു വാല്യൂം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മൂല്യവും ഇല്ലാതെ കേവലം സുഖം, മൃഗങ്ങളെ പോലെ എങ്ങനെയും സുഖിക്കുക എന്നതല്ല, മറിച്ച് ചെയ്യുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ, എന്തിന് ഞാൻ ചെയ്യുന്നു, ചെയ്തതിന് ഗുണം, ചെയ്തതിന് ശേഷം എന്ത് വരാനിരിക്കുന്നു എന്നൊക്കെ, അങ്ങനെ ഒരു വാല്യൂ ഓറിയന്റഡ് ആയ, കൾച്ചർ ഓറിയന്റഡ് ആയ ഒരു കോൺസെപ്റ്റ് ആണ് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി. ഇതാണ് ഈ പറഞ്ഞ പോസിറ്റീവ് സൈക്കോളജിയുടെ രണ്ടാമത്തെ ഘട്ടം. പിന്നെ അദ്ദേഹത്തിന്റെ പോൾട്ടി വോങ്ങിന്റെ ആ ഒരു പഠനത്തിൽ പറയുന്നത്, അദ്ദേഹം പറയുന്നത് മനുഷ്യന് ജീവിതത്തിൽ ഒരു മീനിങ് കിട്ടണമെങ്കിൽ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന്, ഒരു ഹാപ്പിനെസ്സും ഫുൾഫിൽമെന്റും വേണം, അല്ലേ? അതുപോലെ ജീവിതത്തിൽ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം കിട്ടണമെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ട്. ഉദാഹരണം, നമ്മൾ പരീക്ഷയ്ക്ക് പോയിട്ട് നല്ല എഴുതിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, സന്തോഷമായി, കുറെ പഠിച്ചതൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ട്, ഒരു ഫുൾഫിൽമെന്റ് നമുക്കുണ്ടാവും. പരീക്ഷയുടെ പേപ്പർ കിട്ടുമ്പോൾ ഒരു സംതൃപ്തി. അങ്ങനെ തന്നെ ഒരു 40 വയസ്സാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വല്ലതും നേടിയിട്ടുണ്ടോ, അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്, ഫുൾഫിൽമെന്റ് കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ് ജീവിതത്തിൽ ഒരു മീനിങ് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ സംതിങ് വർത്ത് വെൽ, എടുത്തു പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനൊരു PG ചെയ്തു, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറേറ്റ്, അല്ലെങ്കിൽ ഞാനൊരു വീടുണ്ടാക്കി എന്നുള്ളൊക്കെ ഒരു മെറ്റീരിയൽ ആണ്. അതിന്റെ അപ്പുറത്തേക്ക് ഞാനൊരു 10-15 കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി അവരെ ഞാൻ ഒരു നിലയിൽ എത്തിച്ചു, അല്ലെങ്കിൽ ഞാൻ ഈ വയനാട്ടിൽ അത് സംഭവിച്ചപ്പോൾ ഞാനൊരു 10 വീട് ഉണ്ടാക്കാൻ വേണ്ട കളക്ഷന് പോയി, അതൊരു വർത്തു. അങ്ങനെ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയിട്ടുണ്ടോ എന്ന ആ ഒരു ഭാഗം. അതുപോലെ തന്നെ ഇന്റിമസി, അടുപ്പം, ബന്ധങ്ങൾ, കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സും തമ്മിൽ നല്ല ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ ഭയങ്കര ഒരു സംതൃപ്തി ഉണ്ടായിരിക്കും, അല്ലെ? അത് ഫാമിലി ആയാലും, മാരേജ് ആയാലും, കമ്പനി ആയാലും, ഫ്രണ്ട്ഷിപ്പ് ആയാലും, ഇന്റിമസി ഉണ്ടാകും തോറും എന്തായിരിക്കും, അതൊരു മീനിങ് ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്റിമസി കീപ്പ് ചെയ്യുക, പിന്നെ സംതിങ് വർത്തുവലായ കാര്യങ്ങൾ നേടിയെടുക്കുക, അതുപോലെ ഫുൾഫിൽമെന്റ് ഉണ്ടാകുക, റിലേഷൻഷിപ്പ് ഗുഡ് ഉണ്ടായിരിക്കുക, സെൽഫ് ആക്സെപ്റ്റൻസ്, നമ്മൾ സ്വന്തത്തെ അംഗീകരിക്കുക. മിസ്റ്റേക്കുകളൊക്കെ വരാം, ഓക്കെ, ആ മിസ്റ്റേക്ക് നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ വരുന്ന സമയത്ത് അത് ഉൾക്കൊള്ളുക. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പരിഹസിക്കുന്ന സമയത്ത് ഓക്കെ, അയാൾ പരിഹസിച്ചു വന്നുകൊണ്ട് എനിക്കെന്ത് വരാൻ, അങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ സെൽഫ് ട്രാൻസെൻഡൻസ് അല്ലെങ്കിൽ ആൾട്രൂയിസം, അതായത് നമ്മൾ ഈ കേവലം ജീവിതം, ഈ ഭൗതിക ജീവിതം എന്നതിന്റെ അപ്പുറം, അതിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയുണ്ട്, ഈ ജീവിതത്തിന് ശേഷം വേറെ എന്തൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് ഞാൻ എന്തെങ്കിലും നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ആൾട്രൂയിസം എന്ന് പറഞ്ഞാൽ അതാണ്. എമിലി ദുർഖെമിന്റെ തിയറിയിലൊക്കെ വരുന്നുണ്ടല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി എന്താ ചെയ്യുക, ജീവൻ ബലിയർപ്പിക്കാൻ, ഒരു ആശയത്തിന് വേണ്ടി, ഒരു വാല്യൂവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ആ ഒരു ലെവലിനെയാണ് ആൾട്രൂയിസം എന്ന് പറയുന്നത്. അപ്പോ ഈ പിന്നെ റിലീജിയൻ, ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്, ഈ പറയുന്ന 8 കാര്യങ്ങളും ഒന്നിനൊന്ന് ചേർന്ന്, അത് പരസ്പരം ചേർന്ന് ഒത്തൊരുമിച്ച് ഇത് ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ ഒരു വാല്യൂ ഉണ്ടാകുക, മീനിങ് ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു തിയറി ഇദ്ദേഹം പോസിറ്റീവ് സൈക്കോളജിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ 8 കാര്യങ്ങൾ നമുക്ക് ഇങ്ങനൊരു സെന്റൻസ് ആയിട്ട് വായിക്കാം. ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെന്റ് കം ഫ്രം അച്ചീവിങ് സംതിങ് വർത്ത് വെൽ, ഇന്റിമസി, ഗുഡ് റിലേഷൻഷിപ്പ്, സെൽഫ് acceptance, self transcendence or altruism, religion and living a life aligned with fairness. ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മീനിങ് ജീവിതത്തിൽ കിട്ടുന്നു എന്നാണ് ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയുടെ 2 ഫേസുകൾ, ഡെവലപ്മെന്റൽ ഫേസുകൾ പറഞ്ഞു. ഒന്ന് വേവ് 1, വേവ് 2. വേവ് 1 എന്ന് പറഞ്ഞാൽ മാർട്ടി സെലിഗ്മാനും ഈ പറഞ്ഞ നമ്മളെ പോസിറ്റീവ് സൈക്കോളജിയുടെ മാനിഫെസ്റ്റോ എസ്റ്റാബ്ലിഷ് ചെയ്ത ആൾക്കാരൊക്കെ കൊണ്ടുവന്ന അവരുടേത് കാര്യമായിട്ട് പ്രൊമോട്ടിങ് ഗുഡ് ലൈഫ് ആൻഡ് ഫ്ലറിഷിങ്. ജീവിതത്തിൽ, വ്യക്തി ജീവിതമാട്ടെ, സമൂഹ ജീവിതമാട്ടെ, അവിടെയൊക്കെ ഫ്ലറിഷ്നെസ് ഉണ്ടാക്കുക. അത് ഏത് വഴി സ്വീകരിച്ചു, മെറ്റീരിയലിസ്റ്റിക് കോൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത്. എന്നാൽ മറ്റൊരിടത്ത് അങ്ങനെയല്ല. രണ്ടാമത് പറയുമ്പോൾ അങ്ങനെ ഒരു എങ്ങനെയെങ്കിലും സുഖം ഉണ്ടാക്കിയാൽ പോരാ,
അതിൽ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടത്, സമൂഹത്തിന്റെ മൂല്യങ്ങളും നമ്മുടെ മനസാക്ഷിയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുഖം മാത്രം പോരാ, സുഖവും ദുഃഖവും വേണം. ഒരു രാത്രി മാത്രം പോരാ, പകലും വേണം, പകലും രാത്രിയും വേണം. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ്, രണ്ടാമത്തെ ഫേസ്. ഇതിനെ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ, നിങ്ങളുടെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേൽ പോസിറ്റിവിറ്റി മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, രണ്ടാമത്തേൽ പോസിറ്റീവ് ആസ്പെക്റ്റും നെഗറ്റീവ് ആസ്പെക്റ്റും ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ മനുഷ്യന്റെ നന്മകൾ മാത്രം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സുഖം ഉണ്ടാക്കുക, നന്മയുടെ ഭാഗം മറ്റേ ഭാഗം അവഗണിക്കുക എന്നുള്ളതല്ല, മറിച്ച് അതും വേണം. അതോടുകൂടെ ദുരിതങ്ങൾക്കുള്ളിലൂടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ വളരാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് രണ്ടാമത്തേൽ. രണ്ട്, സഫറിങ്, ഡെത്ത്, ദുരിതം, ബുദ്ധിമുട്ട്, പ്രയാസം, അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ആസ്പെക്ട് പൂർണ്ണമായിട്ടും അവഗണിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല. എങ്ങനെ മരണത്തിന് വേണ്ടി തയ്യാറാവണം, ദുരിതങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ കരകയറണം എന്ന് പറയുന്നേ ഇല്ല. വരാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ. എന്നാൽ PP2 വന്നു കഴിഞ്ഞാൽ ഈ വശം ശരിക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഓതന്റിക് ഹാപ്പിനെസ് ആണ് ഇത് പറയുന്നത്. മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ ജീവൻ പുണരാനുള്ള വഴികൾ പറഞ്ഞു തരുന്നുണ്ട് രണ്ടാമത്തെ ഈ ഫേസിൽ, അത് പോൾ ടി വോങ്ങിന്റെ സൈക്കോളജിയിൽ PP2. പോസിറ്റീവ് ഇമോഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, മറിച്ച് പോസിറ്റീവ് ഇമോഷന് ഉണ്ടാകാനുള്ള ആക്ഷൻസ്, ഇമോഷൻ മാത്രം പോരാ, അതിന് വേണ്ട ആക്ടിവിറ്റി, അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നുണ്ട്. സെൽഫ് ഫുൾഫിൽമെന്റ് മാത്രമാണ് സെൽഫിന്റെ കാര്യം, വ്യക്തി, ഞാൻ എൻ്റെ സന്തോഷവും എൻ്റെ എന്താ പറയുക, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എന്ന രീതിയിലാണ് ഒന്നാമത്തെ ആ പോസിറ്റീവ് സൈക്കോളജിയുടെ ഫസ്റ്റ് ഘട്ടത്. രണ്ടാമത്തിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല, ഞാനും എൻ്റെ കുടുംബവുമല്ല, മറിച്ച് ഞാനും എൻ്റെ സമൂഹവും, ഞാൻ മാത്രമല്ല, എൻ്റെ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് ഒരു മീനിങ് കൊടുത്തുകൊണ്ട് സെൽഫ് ട്രാൻസെൻസ്, അതായത് ആൾട്രൂയിസം ഉണ്ട്. ഞാൻ എന്നെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് രണ്ടാമത്തിൽ വരുന്നത്. ഹാപ്പിനെസ് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് ആദ്യത്തിൽ പറയുന്നത്. അവരെന്ന് വെച്ചാൽ രണ്ടാമത്തിൽ ഹാപ്പിനെസ്സിനെ നമ്മൾ പർസ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു മീനിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. ആ മീനിങ്ങോട് കൂടെ പർസ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു കുഴപ്പമില്ല. അതാണ് ഓതന്റിക് ഹാപ്പിനെസ്. അതല്ലാതെ ഒരു വാല്യൂ ഇല്ലാതെ ഹാപ്പിനെസ് സെർച്ച് ചെയ്യുമ്പോൾ, അപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ജീവിക്കുന്ന സമയത്ത്. മൃഗങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമുക്ക് എന്തും എങ്ങനെയും സുഖിക്കാൻ പറ്റില്ല, കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ശരിയാണോ തെറ്റാണോ നോക്കിയിട്ട് വേണം. അങ്ങനെ ശെറ്റും തെരിയും നോക്കിയിട്ട് സുഖം ഉൾക്കൊള്ളുക എന്നതാണ് രണ്ടാമത്തത്. ഇങ്ങനെ നമ്മളെ മെറ്റീരിയൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. അതിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന അതിന്റെ പ്രൊപ്പണൻസുകളും അവരുടെ കോൺസെപ്റ്റുകളും രണ്ട് ഫേസും പറഞ്ഞു. ഇനി പോസിറ്റീവ് സൈക്കോളജിയുടെ ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് വെൽബീയിങ് എന്നുള്ളത്, കോൺസെപ്റ്റ് ഓഫ് വെൽബീയിങ്. ഇത്രയും കാര്യം ഞാൻ ഒറ്റക്കാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ, ഒന്ന് കമന്റ് ചെയ്യാൻ നന്നായിരുന്നു. സ്പീഡ് കൂടുന്നുണ്ട് എനിക്കറിയാം, കാരണം അത് പെട്ടെന്ന് തീർക്കണമെന്ന് എഴുതിയിട്ടാണ്. ക്ലിയർ ആണ് സർ. ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ഒരിക്കലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അടുത്തേക്ക് പോവാം. ഞാൻ മുന്നോട്ട് പോയാലോ? ഓക്കെ. ഇനി നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട, അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം, അതായത് ഫേസ് 1ഉം ഫേസ് 2. ഒന്നെങ്കിൽ ഫേസ് 1 എസ്സേക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഫേസ് 2 ചോദിക്കാം. അതും അല്ലെങ്കിൽ രണ്ടിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ചോദിക്കാം. ഫേസ് 1നെ നമ്മൾ വെസ്റ്റേൺ പോസിറ്റീവ് സൈക്കോളജി എന്ന് വിളിക്കാം. ഫേസ് 2നെ നമ്മൾ എന്ത് ചെയ്യാം, ഈസ്റ്റേൺ പോസിറ്റീവ് സൈക്കോളജി വിളിക്കാം. അപ്പോൾ വെസ്റ്റേൺ കോൺസെപ്റ്റ്, ഈസ്റ്റേൺ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ വെസ്റ്റേൺ വേവ്, ഈസ്റ്റേൺ വേവ്. അപ്പോൾ രണ്ടിനെയും കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന രീതിയിൽ ചോദിക്കാം, എസ്സേ ചോദിക്കാം. അതല്ലെങ്കിൽ ഒന്ന് മാത്രം ചോദിക്കാം. എന്തായാലും ചോദ്യം ഉണ്ടാവും. അപ്പോൾ എമർജൻസ്, അതിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് ആൾക്കാരും കോൺസെപ്റ്റുകളും പഠിച്ച ശേഷം അത് രണ്ടും കൃത്യമായി മനസ്സിലാക്കുക, പോയിന്റായിട്ട് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. എസ്സേ ഉണ്ടാകും, അസൈൻമെന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റാണ് വെൽബീയിങ്. നേരത്തെ നമ്മൾ പറഞ്ഞു വെൽബീയിങ്, ഹാപ്പിനെസ്, ഫ്ലറിഷ്നെസ്, ഇതൊക്കെയാണ്. എന്താ ഈ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ? അതിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഈസ് എ ഫീലിംഗ് അബൌട്ട് ഫീലിംഗ് ഗുഡ് ആൻഡ് ഫങ്ഷനിങ് വെൽ. ഗുഡ് ഫീൽ ചെയ്യാം. ഹാപ്പിനെസ് മാത്രം പോരാ, മറിച്ച് ഹാപ്പിനെസ്സോട് കൂടെ എന്താ പറയുക, ഒരു പർപ്പസും മീനിങ്ങും വേണം എന്ന് പറയുന്ന ഒരു ലെവലിനെയാണ് നമ്മൾ വെൽബീയിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. കേവലം ഒരു മൃഗീയമായ സന്തോഷം അല്ലെങ്കിൽ വാല്യൂ ഒന്നുമില്ലാതെ കേവല ഒരു ഭൗതികമായ ഒരു സംതൃപ്തി മാത്രം പോരാ, ഭൗതികവും ആത്മീയവുമായ ഒരു സംതൃപ്തി വേണം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ആ ഭൗതികമായ എന്ന് പറയുന്ന മെറ്റീരിയലിസ്റ്റിക് സുഖം മാത്രം ഉള്ളതിനെയാണ് നമ്മൾ ഹെഡോണിക് വെൽബീയിങ് എന്ന് പറയുന്നത്. അത് മാത്രം പോരാ, അതോടുകൂടെ വാല്യൂ, ഒരു മൂല്യവും കൂടി നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സന്തോഷത്തിൽ വേണം എന്ന് പറയുന്നതാണ്
യൂഡോമോണിക് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് വശങ്ങളുണ്ട്. ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ഒരു സംതൃപ്തി നൽകുന്ന ഒരു ജീവിത ഇതിനെ നമുക്ക് വെൽബീങ് എന്ന് വിളിക്കാം. ഈ വെൽബീങ് എന്ന ആ ഒരു കോൺസെപ്റ്റ് അത് ബ്രാഡ്ബേൺ എന്ന് പറയുന്ന അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചാൽ വെൻ യു ഹാവ് മോർ പോസിറ്റീവ് ഫീലിംഗ് ദാൻ നെഗറ്റീവ്. വെൽബീങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫീലിങ്ങിനേക്കാൾ പോസിറ്റീവ് ഫീലിംഗ് നിങ്ങൾക്കുണ്ടോ, അപ്പോൾ നിങ്ങൾ വെല്ലാണ്, ഗുഡാണ്. അപ്പോൾ 1969 ബ്രഡ്ബേൺ എന്ന് പറഞ്ഞ അദ്ദേഹം ഈ വെൽബീങ്ങിനെ കണ്ടെത്തി എങ്ങനെയാണ്, മനുഷ്യന് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ട്. പക്ഷേ നമുക്കങ്ങനെയാണല്ലോ, കുറേ സുഖങ്ങളുടെ കാരണങ്ങൾ ഉണ്ടാവും, സുഖിച്ചു അതിൻ്റെ ഇടയിൽ കുറേ പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അതിനേക്കാൾ കൂടുതൽ സുഖങ്ങളാണെങ്കിൽ ഓക്കെ, യു ആർ വെൽ ആൻഡ് ഗുഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1984 എഡ് ബ്രീൻ എന്ന് പറയുന്ന ആ സൈക്കോളജിസ്റ്റ് സബ്ജക്റ്റീവ് വെൽബീങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, SWV. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാണ് ഫീലിംഗ് പോസിറ്റീവ് ഇമോഷൻസ്, ഹാവിങ് ഫ്യൂവർ നെഗറ്റീവ് ഇമോഷൻസ്. അതായത് ചെറിയ രീതിയിൽ നെഗറ്റീവ് ഒക്കെ ഒരു ഭാഗത്തുണ്ടാകാം, ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഒരു ഭാഗത്തുണ്ട്, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ അപ്പോൾ അതിന് സബ്ജക്റ്റീവ് വെൽബീങ് എന്നാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലി എനിക്ക് കുറച്ച് കൂടുതൽ സുഖം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സബ്ജക്റ്റീവ്. അപ്പോൾ വെൽബീങ് എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞ ഈ മെറ്റീരിയൽ വരുന്നതിന് മുമ്പ്, ഇത് വരുന്നതിന് മുമ്പ് ഈ കോൺസെപ്റ്റ് ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു ടൂള് തന്നെ ജീവിതത്തിലെ സുഖ ദുഃഖങ്ങളെ അളക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂള് തന്നെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, സാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ് സ്കെയിൽ എന്നാണ്. ആ സ്കെയിൽ വെച്ചുകൊണ്ട് ഒരാളുടെ വെൽബീങ്, ഇപ്പോൾ നമ്മൾ പ്രഷർ അളക്കും, ഷുഗർ അളക്കും, രക്തം പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ പനി അങ്ങനെയൊക്കെ അളക്കുന്നത്. അതുപോലെ തന്നെ വെൽബീങ് അളക്കാനുള്ള ടൂളുകളുണ്ട്, സൈക്കോളജിക്കൽ ഇൻസ്ട്രുമെന്റുകൾ. നമ്മളെ പോസ്റ്റ് MPC 13 നമ്മൾ 12 നമ്മൾ പഠിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ടൂളുകളെ കുറിച്ച്. കാരോൾ റിഫ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്, അദ്ദേഹം സൈക്കോളജിക്കൽ വെൽബീങ്ങിനെ PWB, അപ്പോൾ SWB ഉണ്ട്, PWB, അതിന് ഡിഫൈൻ ചെയ്തത് ഓട്ടോണമി, എൻവയോൺമെന്റൽ മാസ്റ്ററി, പേഴ്സണൽ ഗ്രോത്ത്, പോസിറ്റീവ് റിലേഷൻ, പർപ്പസ് ഇൻ ലൈഫ്, സെൽഫ് ആക്സെപ്റ്റൻസ്. ഈ വശങ്ങൾ ചേർന്നിട്ടാണ് ഒരാൾക്ക് വെൽബീങ് ഉണ്ടാകുക. വെൽബീങ് ഉണ്ടാണെങ്കിൽ ഓട്ടോണമി വേണം, എൻവയോൺമെന്റൽ മാസ്റ്ററി ഉണ്ടായിരിക്കണം, പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ടായിരിക്കണം, പോസിറ്റീവ് റിലേഷൻ കീപ്പ് ചെയ്യണം, പർപ്പസ് ഇൻ ലൈഫ് ഉണ്ടായിരിക്കണം, സെൽഫ്. ഇതെല്ലാം ഉള്ള ഒരാൾക്ക് 100% വെൽബീങ് ഉണ്ടാവും. ഇതിൽ ഏറ്റക്കുറച്ചിലനുസരിച്ച് അദ്ദേഹത്തിന്റെ വെൽബീങ്ങിൽ മാറ്റങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും അല്ലെങ്കിൽ കുറച്ചിലുകൾ ഉണ്ടാവുന്നതാണ്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ്, അല്ലേ? ഞാൻ ചൂടാകുന്നതും സന്തോഷിക്കുന്നതും ദുഃഖിക്കുന്നതും അത് ഞാൻ തന്നെ നിയന്ത്രിച്ചു കൊണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോണമി. അതായത് എൻ്റെ ഇമോഷൻസ്, എൻ്റെ ഫീലിങ്സ്, എൻ്റെ ഇതിനൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. എൻവയോൺമെന്റൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ലൈഫ്, അതുപോലെ തന്നെ സറൗണ്ടിങ്, അതായത് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ഓഫീസായിട്ട് എൻ്റെ കുടുംബമായിട്ട് ഞാനുമായി ബന്ധപ്പെട്ടതിനൊക്കെ അതിനൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുള്ള കഴിവിനാണ് എൻവയോൺമെന്റൽ മാസ്റ്റർ. അതില്ലാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഭാര്യയുമായിട്ടും കുട്ടികളുമായിട്ടും മറ്റുള്ളവരുടെ എൻവയോൺമെന്റിലെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് പെരുമാറാൻ കഴിയാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ വെൽബീങ് നഷ്ടപ്പെടും. എൻവയോൺമെന്റൽ മാസ്റ്റർ എന്ന് പറഞ്ഞതാണ്. പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞത്, അതായത് മനുഷ്യനിങ്ങനെ മരം നട്ട് കഴിഞ്ഞാൽ വെള്ളം പാർന്നു കഴിഞ്ഞാൽ വളരുന്നു, പഴുണ്ടാവുന്നു, അങ്ങനെ വളർന്നാൽ പോലെ, മറിച്ച് മനുഷ്യന് കുറെ ഇമോഷൻസും ഫീലിങ്സും വാല്യൂ ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടി മനുഷ്യൻ എന്ത് ചെയ്യണം, വളർന്നുകൊണ്ടിരിക്കണം. ഭക്ഷണം കഴിച്ച് ശരീരം വളരുക, അത് ഫിസിക്കൽ ഗ്രോത്ത് ആണ്. പഠിച്ച് വിവരം ഉണ്ടാവുന്നു, അത് അക്കാഡമിക് ഗ്രോത്ത് ആണ്. ഇക്കണോമിക്, അക്കാഡമിക്, പൊളിറ്റിക്കൽ, ഇങ്ങനെ എല്ലാ മേഖലയിലും ഒരു ഗ്രോത്ത് മനുഷ്യന് വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. പിന്നെ പോസിറ്റീവ് റിലേഷൻ, മനുഷ്യന് ഒരു ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ജീവിയല്ല, സോഷ്യൽ എനിമലാണ്. അതുകൊണ്ട് തന്നെ പലവരുമായിട്ട് അദ്ദേഹം കണക്ട് ചെയ്യണം, കുടുംബവുമായിട്ടും ചുറ്റുപാടുമായിട്ടും അയൽവാസികളായിട്ടും നാട്ടുകാരായിട്ടും അപ്പോൾ അവരോടൊക്കെ നമുക്ക് ഒരു പോസിറ്റീവായി റിലേഷൻ കീപ്പ് ചെയ്യാൻ കഴിയണം. അതിൻ്റെ വഴികളും ടെക്നിക്കുകളും. അപ്പോൾ ഈ പറയുന്ന എല്ലാ മേഖലകളും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വെൽബീയിങ് ആണ് റിഫ് എന്ന് പറയുന്ന ആ സൈക്കോളജിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ വെൽബീയിങ്ങിനെ ഈ രീതിയിലാണ് കണ്ടത്. എന്നാൽ നമ്മുടെ കഥാപുരുഷനായ മാർട്ടിൻ സെലിഗ്മാൻ വെൽബീയിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് പെർമാ മോഡൽ എന്ന രീതിയിലാണ്. വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഈ 5 കാര്യങ്ങൾ പ്രധാനമായിട്ട് വേണം. അതിനെ അദ്ദേഹം ചുരുക്കി വിളിച്ചത് പെർമാ എന്നാണ്. പെർമാ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇമോഷൻസ്, എൻഗേജ്മെന്റ്, റിലേഷൻഷിപ്പ്, മീനിങ്, അക്കംപ്ലിഷ്മെന്റ്. ഈ 5ഉം ചേരുമ്പോൾ അവർക്ക് വെൽബീയിങ് ഉണ്ട്. അല്ലെങ്കിൽ വെൽബീയിങ് ഉണ്ടാണെങ്കിൽ ഈ 5ഉം ചേരണം. 5 pillars ഓഫ് വെൽബീയിങ് എന്നാണ് നമ്മൾ. പോസിറ്റീവ് ഇമോഷൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പുസ്തകത്തിലുണ്ട്. മാത്രമല്ല ഇതൊക്കെ നമ്മൾ ഇനി ഓരോരോ ഇതായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് പോയിട്ടില്ല. അതായത് ഫീലിംഗ് ഗുഡ്, എപ്പോഴും ഒരു ഗുഡ്നെസ്, മനസ്സിലൊരു സംതൃപ്തി ഉണ്ടാകുക. പല കാരണം കൊണ്ട് മനുഷ്യന് സന്തോഷിക്കുക. അതിനുള്ള വഴികളും അതിനുള്ള ടെക്നിക്കുകളും ടൂളുകളും ഒക്കെ നമുക്ക് ഇനി വരുന്ന ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഉണ്ടാവണം. അതുപോലെ തന്നെ എൻഗേജ്മെന്റ്, മനുഷ്യൻ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. എൻഗേജ്മെന്റ് ഇല്ലാതിരിക്കുമ്പോഴാണ് മനുഷ്യന് ടെൻഷനും പ്രയാസമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഉദാഹരണം, ഞാൻ ഗൾഫുകാരനാണ്. എൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് 19 വയസ്സായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാതെ ഞാൻ നാട്ടിൽ പോയിരിക്കുന്ന സമയത്ത് ആകെ ഒരു നിരാശയായിരിക്കും. അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ഇനി എന്ത് എന്നൊരു അവസ്ഥയായിരിക്കും.
അല്ലെ, കട്ടിൽ കിടക്കുക, അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നുകിൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ പേരക്കുട്ടികളായിട്ട് ഇങ്ങനെ കളിച്ചെടുക്കുക, ചെടികൾ നടുക, അല്ലെങ്കിൽ കൈക്കോട്ടും കത്തിയൊക്കെ എടുത്തിട്ട് വീട്ടിൽ പുറത്തൊക്കെ ഇറങ്ങിയാൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കണം മനുഷ്യൻ. റിലേഷൻഷിപ്പ് വേണം തന്നെ, സപ്പോർട്ടിങ് ആൻഡ് മീനിങ് കണക്ഷൻ വിത്ത് അതേഴ്സ്. അതായത് വീട്ടിൽ നല്ല സപ്പോർട്ട് കിട്ടുന്ന കുട്ടികൾ വളരുന്ന പോലെ നല്ല സപ്പോർട്ട് കിട്ടുന്ന പാരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന്, ഗ്രാൻഡ് മദേഴ്സിന് കുറച്ചുകൂടി നീണ്ടു ജീവിക്കാൻ പറ്റും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവായ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. അത് ഫാമിലി ലൈഫിലായാലും മാരിറ്റൽ ലൈഫിലായാലും ഓഫീസ് ലൈഫിലായാലും പ്രൊഫഷണലായാലും പേഴ്സണലായാലും വേണം. ഇങ്ങനെ ഈ പറഞ്ഞ 5 വശങ്ങളും കൃത്യമായി പാലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് വെൽബീയിങ് ഉണ്ടായിരിക്കും. അപ്പോൾ വെൽബീയിങ് ഉണ്ടാണെങ്കിൽ ഈ പറഞ്ഞ പെർമ മോഡൽ എന്നാണ് വിളിക്കുന്നത്, ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് മാർട്ടിൻ സെലിഗ്മാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലായി. ഇനി ഈ വിഷയത്തെ ഡിസ്കസ് ചെയ്ത കുറെ തിയറികൾ കാണാം. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നൊരു തിയറി കാണാം. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തേക്ക് പോകുകയാണെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫ് ഉണ്ട്, പ്രൊഫഷണൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, കൾച്ചറൽ. അപ്പൊ ഇതൊക്കെ പരസ്പര ബന്ധിതമാണ്. അതിലൊരു ഇക്വിലിബ്രിയം വേണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ബാലൻസ് കീപ്പ് ചെയ്ത്. ഉദാഹരണം, ഞാനിപ്പോൾ ഒരു പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിന്റെ പഠനവും എൻ്റെ തിയറിയും പിന്നെ ഒരു PhD പിന്നെ ഒരു അങ്ങനെ കുടുംബത്തെ അവഗണിക്കുക, അത് പാടില്ല. അല്ലെങ്കിൽ കുടുംബം 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 അത് മാത്രം. നമ്മളൊരു മനുഷ്യനാണല്ലോ, സമൂഹത്തിൽ ചിലവരുണ്ടാവും കുടുംബമില്ല മറ്റുമില്ല, വെറും സോഷ്യൽ വർക്ക് ഇട്ട് പോകും. അങ്ങനെയല്ല, സോഷ്യൽ വർക്ക് വേണം, വ്യക്തിജീവിതം വേണം, പ്രൊഫഷണൽ ലൈഫ് വേണം, കുടുംബജീവിതം വേണം, എല്ലാം കൂടി ഒരു ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഒരു ഒന്നാമത്തേത്. അതാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ പോയിട്ട് അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് സൈക്കോളജി എന്താണെന്നും അതിലെ ചില കോൺസെപ്റ്റുകളും അതിൻ്റെ എമർജൻസും അതിൻ്റെ ഡെവലപ്മെൻറ്റുകളും അതിൻ്റെ 2 ഫേസുകളും അതിലെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റായ വെൽബീയിങ്ങും വെൽബീയിങ്ങിനെ ഓരോരുത്തരും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത് അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ ഈ ഹിസ്റ്ററിക്കൽ ഡെവലപ്മെന്റ് നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ ഒന്ന് വിശദീകരിക്കുകയാണ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഹിസ്റ്ററി എന്ന് പറയും. ഇപ്പോൾ മാർട്ടിൻ സെലിഗ്മാൻ പറയുന്നത് ഏതൊരു സാധനത്തിനും ഒരു ഇന്റേണൽ ഗ്രോത്ത് ഉണ്ട്, അതായത് വിത്തിൻ സെൽഫ്. അങ്ങനെ ആ സൈക്കോളജിയിൽ പറഞ്ഞ ചില കോൺസെപ്റ്റുകൾ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെ വീണ്ടും ശരിക്കും പഠിച്ച് കൃത്യമായ ഒരു ലെവലിലേക്ക് എത്തിയ ആ ഒരു ഗ്രോത്തിനാണ് ഇന്റേണൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ എക്സ്റ്റേണൽ ഗ്രോത്ത് എന്ന് പറയാം, എക്സ്റ്റേണൽ ഹിസ്റ്ററി എന്ന് പറയാൻ അങ്ങനെയല്ല. ഇതിന്റെ ഇടയിൽ സാഹചര്യവും സന്ദർഭവും പലപ്പോഴും അങ്ങനെ ചിന്തിക്കാനും അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാനും പ്രേരകമായിട്ടുണ്ടാവും. അതാണ് എക്സ്റ്റേണൽ ഹിസ്റ്ററി. അപ്പോൾ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ റവല്യൂഷൻ കഴിഞ്ഞപ്പോൾ സാഹചര്യം ചിലപ്പോൾ എന്താവും മനുഷ്യനെ ഇങ്ങനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് പോസിറ്റീവ് സൈക്കോളജി ഉണ്ടായത്. അപ്പോൾ പുറത്തുള്ള ചില ഘടകങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് സൈക്കോളജി ഉണ്ടായി. അതല്ല, ക്രമേണ വളർന്നു വന്നതാണെന്നുള്ള ഈ 2 കോൺസെപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ പോസിറ്റീവ് സൈക്കോളജി പറഞ്ഞ ഈ കോൺസെപ്റ്റ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കൂണ് മുളക്കുന്ന പോലെ മഴ പെയ്ത് പിറ്റേന്ന് ഉരുൾപൊട്ടൽ മുഴങ്ങണ്ട പിന്നെ കൂണ് മുളച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായതല്ല. മറിച്ച് പണ്ട് കാലത്ത് തന്നെ ഇതിന്റെ ചില കോൺസെപ്റ്റുകൾ ചില വശങ്ങളൊക്കെ അവരുടെ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആർട്ടിക്കിളുകളിൽ അവരുടെ ചിന്തകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അരിസ്റ്റോട്ടലിന്റെ കോൺസെപ്റ്റ് യൂഡോമോണിയ എന്ന് പറഞ്ഞ സാധനം, അതിൽ അവർ പറയുന്ന ഫ്ലറിഷ്നെസ്സിനെ കുറിച്ചും ഹാപ്പിനെസ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ 19th സെഞ്ചുറിയിൽ പോയി കഴിഞ്ഞാൽ സൈക്കോളജിയുടെ പഴയ അവര് വില്യം ജെയിംസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ പോസിറ്റീവ് സൈക്കോളജി ഓഫ് റിലീജിയൻ, സയൻസ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ആശയം ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ 1940s 50s ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി പറഞ്ഞ സൈക്കോളജി വന്നു. അവിടെയും ചർച്ച ചെയ്യുന്നത് ഈ പറഞ്ഞ പോസിറ്റീവ് സൈക്കോളജിയുടെ ചില വശങ്ങളായിരുന്നു. അവിടെ അബ്രഹാം എച്ച് മാസ്ലോയുടെ ഒരു തിയറി തന്നെ ഉണ്ട്, ഹൈറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ് എന്ന് പറഞ്ഞാൽ. ആ തിയറിയിൽ ഇങ്ങനെ പറഞ്ഞു പോയി ഏറ്റവും മുകളിലെത്തുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫിനോട് പൂർണ്ണമായിട്ടും ഒരു വെൽനെസ് ഉണ്ടാകുന്ന ഒരു അതും പറയുന്നത് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഈ അതിൽ ഈ പറഞ്ഞ പോസിറ്റീവ് സൈക്കോളജിയുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ആശയങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് സൈക്കോളജിയുടെ മറ്റൊരു ഒരു സൈക്കോളജിസ്റ്റ് ആണ് കാൾ റോജേഴ്സ്. അദ്ദേഹം പറയുന്നുണ്ട് ഹ്യൂമൻ പൊട്ടൻഷ്യലിനെ കുറിച്ചും പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ചും ഫുൾഫിൽമെന്റിനെ കുറിച്ചൊക്കെ. സെലിഗ്മാനും പിന്നെ കൊണ്ടുപോകും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ കുറഞ്ഞൊരു ഭാഗം ഉണ്ട്. ഇന്ന് ഇത് തീർക്കണോ അതോ നാളെ മതിയോ? 1 മണിക്കൂറായി. നാളെ മതി, അല്ലെങ്കിൽ ഒക്കെ വേണമായി പോകും. ഓക്കെ, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്കഷൻ ചെയ്യാനുണ്ടെങ്കിൽ, ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനിക്ക് അറിയുന്ന പറയാം, അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പുള്ള ആൾക്കാർക്ക് ഇത് കോംപ്ലിമെന്റ് ചെയ്യാം. മാത്രമല്ല ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ കമന്റ് കേട്ടിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതൊക്കെ പരിഹരിക്കാനുള്ള വഴികൾ നോക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവരെല്ലാവരും കമ്പൈൻ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക.
നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞ് അടുത്ത യൂണിറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത പുസ്തകങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെയും നമുക്ക് ഉൾപ്പെടുത്താം. എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ പറയാം. ഏതെങ്കിലും ഏരിയകൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പറയാം. കാരണം ഞാൻ നിങ്ങളെ പോലെ പഠിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വിട്ടു 5 മിനിറ്റ് നിങ്ങൾക്ക് വിട്ടതാണ്. പ്ലീസ്. ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും പോയോ? കേൾക്കുന്നുണ്ടോ എന്റെ വോയിസ്? പറഞ്ഞു. ക്ലാസ് നന്നായിരുന്നു. ഷൈന മാം പറഞ്ഞോളൂ. യെസ് സാറിന്റെ ക്ലാസ് നന്നായിരുന്നു. ഇത്രയും കൂടി സ്ലോ ആക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ് ഓക്കെ യെസ്, പൊതുവെ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. യെസ്, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. താങ്ക് യു. ഏതായാലും അങ്ങനെ പേടിക്കണ്ട. കാരണം പലവരുമാണ് ക്ലാസ് എടുക്കുക. അവർക്കൊക്കെ ചിലവർ വളരെ സ്ലോ ആയിട്ട് വെറും കോൺസെപ്റ്റുകൾ മാത്രം പറയും. ഞാൻ തുടക്കം എന്ന രീതിയിൽ എല്ലാ വർഷങ്ങളും കവർ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. കുറച്ച് സ്പീഡിലുണ്ടായിരുന്നു അല്ലേ? സാരല്ല, മെറ്റീരിയൽ ഗ്രൂപ്പിൽ ഇടാം. അപ്പോൾ പിന്നെ പോയിച്ച് മനസ്സിലാക്കാലോ. വേറെ എന്തെങ്കിലും കമന്റുകൾ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിവിടെ നിർത്താം അല്ലേ? വേറെ ഒന്നുമില്ല സർ. സർ പറഞ്ഞ വേവ് 1 വേവ് 2 ഒക്കെ ക്ലിയർ ആണ്. വായിച്ചു നോക്കിയാൽ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. ഈ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എമർജൻസും അതിലെ ഫോർ ഫാദേഴ്സ് ആയുള്ള കുറച്ച് ആൾക്കാരുടെ പേരും ചില കോൺസെപ്റ്റുകളെ കുറിച്ച് ധാരണ ഉണ്ടാവണം. പിന്നെ വേവ് 1 വേവ് 2 അതിനെ 2 രീതിയിൽ കാണാം. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ, അല്ലെങ്കിൽ PP1 PP2. എന്തായാലും രണ്ടും ഒന്ന് തന്നെയാണ്. അതൊന്ന് പഠിക്കണം. പിന്നെ വെൽനെസ് എന്ന് പറഞ്ഞാൽ വെൽബീയിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അതൊന്ന് മനസ്സിലാക്കണം. ഇനി വാല്യൂ ക്രൈസിസ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതൊന്ന് മനസ്സിലാക്കണം. പിന്നെ പോസിറ്റീവ് സൈക്കോളജി മറ്റു സൈക്കോളജി ബ്രാഞ്ചുകളെ കുറിച്ച് അല്ലെങ്കിൽ സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ഏരിയകളെ കുറിച്ചൊന്ന് അതിന്റെ ബന്ധത്തെക്കുറിച്ചും പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇത് പഠിച്ചാലേ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ലെ? ഇനി എന്തെങ്കിലുമൊക്കെ അഡീഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കും ചെയ്യാട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്.